മെക്കാനിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹോണ്ട യൂണിക്കോണിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഒരു നോർമൽ കാർബറേറ്റർ ആണ്. ഇതിപ്പോൾ CV കാർബറേറ്റർ ആണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അത് കണ്ടിട്ട് ഇത് കാണുന്നവർക്ക് അറിയാം അതിലെ കുറച്ച് പാർട്സും ഇതിലെ പാർട്സും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ഈ ഒരു കാർബറേറ്റർ CV കാർബറേറ്റർ ഒരുപാട് വണ്ടികൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ യൂണിക്കോൺ, ഹങ്ക്, CBZ, കരിസ്മ, റോയൽ എൻഫീൽഡ്, ബുള്ളറ്റുകൾ എല്ലാം ഈ ടൈപ്പാണ് വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. നമുക്കിതിന് ക്ലീൻ ചെയ്യാൻ ആവശ്യമായ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം വേണം, ഒരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം, പിന്നെ ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ ബ്രസൽസ് ഉള്ള ഒരു ബ്രഷോ, സോഫ്റ്റ് ബ്രസൽസ് ഉള്ള ഒരു ബ്രഷോ വേണം, പിന്നെ കുറച്ച് പെട്രോൾ വേണം. ഇനി പെട്രോൾ ഇല്ലെങ്കിൽ അതിനെക്കാട്ടി നല്ലത് നമുക്ക് കാർബറേറ്റർ ക്ലീനേഴ്സ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ചെയ്താലും മതി. ഇതിപ്പം കടയൊക്കെ ലോക്ക്ഡൗൺ കാരണം അടച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഇട്ടാണ് നമ്മളത് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് വൃത്തിയാക്കുന്നതിലേക്ക് കിടക്കാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കാർബറേറ്റർ ഡിസ്മാൻഡിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഒന്ന് കാണിച്ചപ്പോൾ തന്നെ ഇതിൽ നിന്ന് വീണ തുരുമ്പാണ്. ഇതിൻ്റെ അകത്ത് തുരുമ്പ് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് ആദ്യം ഡിസ്മാൻഡിൽ ചെയ്ത് തുടങ്ങാം. ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 സ്ക്രൂ ഉണ്ട്, 3 സ്ക്രൂ ഉണ്ട്. നമ്മൾ 3 ഊരി എടുക്കുകയാണ്. ടോർക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഹാൻഡ് വെച്ച് തന്നെ അത് ഇളക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഈ ഒരു നെട്ടിലും കാര്യങ്ങളും എല്ലാം ഇടുക. നമ്മൾ ഈ ഒരു ക്യാപ്പ് ഊരിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. നമ്മളിതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇടുകയാണ്. ക്ലീൻ ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റും. ഇനി ഇതിൻ്റെ ജെറ്റുകളുണ്ട്, പൈലറ്റ് ജെറ്റും മെയിൻ ജെറ്റും പൈലറ്റ് ജെറ്റും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫ്ലോട്ട് ഉണ്ട്. ഇനി നമ്മളതായത് ചെറുതായിട്ട് ഊരിയെടുക്കുകയാണ്. നമ്മൾ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് പിന്നെ ഊരിയെടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഈ 2 ജെറ്റുകളും നമ്മൾ ലൂസാക്കി എടുക്കും. അതിൻ്റെ ടോർക്ക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരുപാട് നമ്മളിത് ടൈറ്റ് ചെയ്ത് വെക്കത്തില്ല, കാരണം ഇത് ബ്രാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൈലറ്റ് ജെറ്റും മെയിൻ ജെറ്റും നമ്മളിപ്പോൾ റിമൂവ് ചെയ്യും. നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ടോപ്പ് സൈഡ് ഡിസ്മാൻഡിൽ ചെയ്യാം. നമ്മളതിൻ്റെ ടോപ്പ് ഡിസ്മാൻഡിൽ ചെയ്യാണ്. അപ്പം ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് 2 സ്ക്രൂ ഉണ്ട്. ആ 2 സ്ക്രൂവിൻ്റെയും ടോർക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഡയഫ്രം വരും, നമ്മൾ കെയർഫുള്ളായിട്ട് എടുക്കുക. ഒരു സ്പ്രിങ്ങും വരും, ആ സ്പ്രിങ്ങും നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഡയഫ്രം നമ്മൾ പെട്രോളിൽ അധികം നേരം ഡിപ്പ് ചെയ്ത് ഇട്ടേക്കത്തില്ല, നമ്മളതൊന്ന് മാറ്റി വെച്ചേക്കും. കാരണം ഇത് റബ്ബർ മെറ്റീരിയലാണ്. ഇത് പെട്രോളിൽ അധികം നേരം കിടന്നാൽ ഇത് ഹോൾ വീഴാൻ, ഇത് ദ്രവിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് മാറ്റി വെച്ചേക്കാണ്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പെട്രോൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. ഇതാണ് ഈ വണ്ടിയുടെ വാക്വം പിസ്റ്റൺ എന്ന് പറയുന്നത്. CV കാർബറേറ്ററിലും എല്ലാത്തിലും ഈ ഒരു വാക്വം പിസ്റ്റൺ വരും. അപ്പം ഇത് കംപ്ലൈന്റ് ആവുന്നെങ്കിൽ ഇത് റബ്ബർ മെറ്റീരിയലാണ്. ഇത് ഹോൾ വീഴുകയോ ഇത് ഒരുപാട് വലിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ വണ്ടിക്ക് വലിവ് കുറയും. വണ്ടി ഒരു 60-40 മുകളിൽ കയറാത്ത അവസ്ഥയാവും. പിന്നെ ഇതാ ഇവിടെ സ്ക്രാച്ചുകൾ വീഴും. അപ്പം ഈ സ്ക്രാച്ചുകളൊക്കെ നോക്കിയാണ് നമ്മളിത് മാറുന്നത്. ഇതൊരു 700 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. പരമാവധി ഇത് മാറാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഈ വണ്ടിയിൽ ഇതിപ്പോൾ മാറുന്നില്ല, കാരണം സ്പെയറിൻ്റെ അവൈലബിലിറ്റി ഇപ്പം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മാറുന്നില്ല, ഇത് തന്നെ ഇട്ട് സെറ്റ് ചെയ്യാണ്. നമ്മൾ കാർബറേറ്റർ പെട്രോൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മൾ പെട്രോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒഴിക്കുകയാണ്. എന്നിട്ടൊരു ബ്രഷ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മൾ പയ്യെ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാവുള്ളൂ, കാരണം ഇതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് പോയി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും. എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു പാർട്സിന് കോട്ടം പറ്റിയിട്ട് ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
നമ്മളിപ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ എൻ്റെ എല്ലാ സൈഡും നമ്മൾ വളരെ വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ TP സെൻസർ, ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ന് പറയും. അപ്പം ഇത് കറക്റ്റ് RPM കറക്റ്റ് ഒരേ ലെവലിലൊക്കെ നിർത്തുന്ന ഈ ഒരു സാധനമാണ്, ഈ ഒരു സെൻസറാണ്. ഇത് കംപ്ലൈൻ്റ് ആയാൽ വണ്ടി കറക്റ്റായിട്ട് നിൽക്കത്തില്ല. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ അടുത്ത ഒരു വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കാർബറേറ്ററിൻ്റെ അടിവശത്തുള്ള ഒരു കവറാണ്. ഇത് നമ്മൾ വൃത്തിയായിട്ട് പെട്രോൾ ഉപയോഗിച്ച് കഴുകുകയാണ്. ഇതിലുള്ള തുരുമ്പെല്ലാം നിശേഷം പോയിട്ടുണ്ട്. നമ്മൾ കഴുകുന്ന ഭാഗങ്ങൾ വൃത്തിയായിട്ട് ഒരു ഭാഗത്തോട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ ഫ്ലോട്ടാണ്, അതും നമ്മൾ വാഷ് ചെയ്തില്ല. അത് നമ്മൾ അധികം വെള്ളം പ്രയോഗിച്ചൊന്നും വാഷ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ അത് വരെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല, അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോകും. അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മെയിൻ ജെറ്റും പൈലറ്റ് ജെറ്റുമാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം, കാരണം ഇതിൽ കുറച്ച് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. ഇത് അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വയറിൻ്റെ ഒരു നൂൽക്കമ്പി എങ്ങാനും വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ജെറ്റ് നമ്മളെടുത്തു. അതിലും കുറച്ച് സുഷിരങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് കെയർഫുള്ളായിട്ട് നോക്കുക. അതിൽ എന്തെങ്കിലും അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അടവുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു കോപ്പർ വയർ വെച്ച് നമ്മൾ ഇതെല്ലാം കുത്തി തുറന്നേനെ. അപ്പം നിങ്ങൾ വണ്ടി തുറക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കോപ്പർ വയർ വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓവർഫ്ലോ നീഡിൽ എന്ന് പറയുന്നത്. ഇത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് കാർബറേറ്ററിൽ കൂടെ എപ്പോഴും എണ്ണ ഇങ്ങനെ അല്ലെങ്കിൽ ഓയിൽ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മാറ്റിയാൽ റീപ്ലേസ് ചെയ്താൽ ആ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇതിനൊരു ആക്ഷൻ ഉണ്ട്, ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അത് നമുക്ക് കഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തേയ്മാനം കൊണ്ട് ഇത് കംപ്ലൈൻ്റ് ആവും. പിന്നെ ഇതിൻ്റെ ഫ്ലോട്ടിൻ്റെ ആ ഒരു സ്റ്റേ ആണ്, അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്യുക. നമ്മൾ ഡയഫ്രം നമ്മൾ ഒരിക്കലും പെട്രോളിൽ കഴുകത്തില്ല, അതുകൊണ്ട് നമ്മളത് വാഷ് ചെയ്യുന്നില്ല. നമ്മൾ ഈ എല്ലാ സാധനങ്ങളും വാഷ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ കാർബറേറ്റർ അസംബിൾ ചെയ്യണം. ആദ്യം തന്നെ ഈ ഒരു മെയിൻ ജെറ്റ് നമ്മൾ ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ജെറ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു പൈലറ്റ് ജെറ്റ് വരും, ചെറുതാണ്. അത് നമ്മൾ അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യുന്നു. ഓവർ ടൈറ്റ് ചെയ്യരുത്, കാരണം അതിൻ്റെ പിരി പോവും. പിരി പോയാൽ പിന്നെ കാർബറേറ്റർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ അത് ടൈറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഓവർഫ്ലോ നീഡിൽ ഈ ഒരു ഫ്ലോട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റേ ഉണ്ട്, അത് നമ്മൾ ഇടുകയാണ്. അത് സൂക്ഷിച്ച് ഇടുക. ഈ ഹോളുകൾ തമ്മിൽ അലൈൻ ചെയ്തിട്ട് ഇടുക. കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളത് ആ ഒരു സ്റ്റേ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് നോക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ താഴത്തെ ഈ ഒരു കവർ നമുക്ക് അടയ്ക്കാം. അതിൻ്റെ ഈ ഒരു ഷേപ്പ് നോക്കിയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സ്ക്രൂ ഒരു 3 സ്ക്രൂ വരും. 3 സ്ക്രൂ ആദ്യം നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്യുക. പിന്നെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്രോൾ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ടോർക്കിൽ നമ്മളത് ടൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ
ഡയഫ്രം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുക. അപ്പം ഡയഫ്രത്തിൽ ഇതാ ഈ ഒരു ഇതുപോലൊരു മാർക്കും ഉണ്ട്. നമ്മുടെ കാർബറേറ്ററിലും ഇതാ ഈ സൈഡിലായിട്ട് ആ ഒരു മാർക്കുണ്ട്. അപ്പം അതിനെ തമ്മിൽ അസൈൻ ചെയ്ത് വെക്കുക. തമ്മിൽ അസൈൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇതൊന്ന് കറക്കി വെക്കുക. ഇത് ആ ഒരു മാർക്കിൻ്റെ അകത്ത് തന്നെ സ്യൂട്ടാക്കി വെപ്പിക്കുക. ഇതിനൊക്കെ വെക്കുക. ഈ ഒരു മാർക്കിങ് ഇത് മസ്റ്റാണ്. ഇതിലിട്ടാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. CV കാർബറേറ്റർ നമ്മൾ കംപ്ലൈൻറ്റ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് കവറാണ്. അത് അടയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ സ്പ്രിങ് ഉണ്ട്. ആ ഒരു സ്പ്രിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസർട്ട് ചെയ്യണം. എന്നിട്ട് ടോപ്പ് കവർ വെച്ചിട്ട് ടോപ്പ് കവറിൽ ഇവിടെ ഒരു മാർക്കുണ്ട്. അത് ഈ സ്പ്രിങ്ങിൻ്റെ അകത്ത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മളത് അടയ്ക്കണം. ഈ ഒരു ഭാഗം ഈ ഒരു മാർക്കിൻ്റെ എവിടെയും വരണം. ഈ ഒരു തള്ളിയിരിക്കുന്ന ഒരു ഭാഗം ഈ ഒരു മാർക്കിൻ്റെ എവിടെയും വരണം. 2 സ്ക്രൂ അതിൻ്റെ ഹോൾസിൽ നമ്മൾ അസൈൻ ചെയ്തിട്ട് ഇത് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് അടച്ചാൽ മതി. അത് നമ്മൾ കൈ കൊണ്ട് മുറുകെ പിടിച്ചിട്ട് 2 സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ അടയ്ക്കുക. നമ്മൾ 2 സ്ക്രൂവും കറക്റ്റായിട്ട് താഴത്തതുപോലെ തന്നെ നമ്മൾ ഇതും നമ്മൾ കറക്റ്റ് ടോർക്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പം ഇതാണ് ഒരു CV കാർബറേറ്ററിൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ആ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.